ഹായ് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ നേരത്തെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ അതുപോലൊരു സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അതേപടി പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. നിങ്ങൾ റെഡിയല്ലേ? ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? വെറുതെ കുറേ വാർത്തകൾ കേട്ട് സമയം കളയുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. മാർക്ക് വാങ്ങണം, അതാണ് പോയിന്റ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഓരോ കാര്യവും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റം വരുത്താൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോ. ഒരു 5 മാർക്കെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചോദ്യപേപ്പറിലെ ആദ്യത്തെ സെക്ഷൻ ഏതാണെന്നറിയോ? നാഷണൽ ന്യൂസ്, അതായത് ദേശീയ വാർത്തകൾ. ഏത് പരീക്ഷ എടുത്താലും അത് PSC ആവട്ടെ, SSC ആവട്ടെ, എന്തുമാവട്ടെ, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ പോയിന്റും മിസ് ചെയ്യരുത്. നമുക്ക് തുടങ്ങാം. നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ പാലങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വളർച്ചയുടെ അടയാളം കൂടിയാണ്. അങ്ങനൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് ഈയിടെ വാർത്തകളിലൊക്കെ വന്നത്. ഞാൻ ഗ്യാരണ്ടി തരാം, ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ്, അതെ, അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് 3 കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. 1. ഇതെന്താണ് സംഭവം? ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ്. 2. ഇതെവിടെയാണ്? തമിഴ്നാട്ടിലെ പാമ്പൻ കടലിടുക്കിലാണ്. പിന്നെ 3ാമത്തെ പോയിന്റ്, ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു ടിപ്പാണ്. ഇന്ത്യയിലെ ആദ്യത്തേത് എന്ന് പറഞ്ഞ് എന്തു വന്നാലും അത് പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറക്കരുത് കേട്ടോ. അടുത്തത് അപ്പോയിന്റ്മെന്റ് സെക്ഷനിലെ ഒരു ഷുവർ ഷോട്ട് ചോദ്യമാണ്. ഇന്ത്യയുടെ പുതിയ ഫോറിൻ സെക്രട്ടറി ആരാണ്? പേരോർത്തു വെച്ചോളൂ, വിക്രം മിസ്ത്രി. ഈ പേര് മറന്നു പോവാതിരിക്കാൻ ഒരു ചെറിയ ട്രിക്കുണ്ട്. മിസ്രി എന്ന വാക്കിന് ഹിന്ദിയിലൊക്കെ മധുരം എന്നൊരർത്ഥമില്ലേ, കൽക്കണ്ടം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ വിദേശ ബന്ധങ്ങളിൽ ഒരു പുതിയ മധുരം കൊണ്ടുവരുന്ന ആളാണ് മിസ്ത്രി എന്നോർത്താൽ മതി. ആർക്ക് പകരമാ വന്നത്? വിനയ് മോഹൻ ക്വാത്രയ്ക്ക് പകരം. ഈ 2 പേരും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്പീഡിൽ നടന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറില്ലേ? ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഗവൺമെൻറ് കൊണ്ടുവന്ന മിഷൻ കർമ്മയോഗി. സംഭവം സിമ്പിളാണ്. നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സ്കിൽസൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അവരുടെ കാര്യക്ഷമത കൂട്ടാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അത്രയേ ഉള്ളൂ. ഇതിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഒരു പുതിയ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മിഷൻ കർമ്മയോഗിയുടെ ലക്ഷ്യമെന്താണ്? ഉത്തരം, ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കണ്ടോ? 3.2%. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് വെറുമൊരു കണക്കല്ല. 2026-ൽ ലോക സാമ്പത്തിക രംഗം എത്രത്തോളം വളരും എന്നതിനെക്കുറിച്ചുള്ള IMFന്റെ, അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ പ്രവചനമാണിത്. ഒന്ന് കുറിച്ചു വെച്ചോളൂ. IMF, വേൾഡ് ബാങ്ക് ഇങ്ങനെയുള്ള സംഘടനകളുടെ റിപ്പോർട്ടും കണക്കുകളൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ 2026-ൽ പ്രതീക്ഷിക്കുന്ന ഗ്ലോബൽ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 3.2%. ശരി, അപ്പോൾ നാഷണൽ ന്യൂസ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ചെവി കൂർപ്പിച്ച് കേട്ടോളൂ. ഈ സെഷൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റില്ല. ഇതിലെ ഓരോ പോയിന്റും ഓരോ മാർക്കാണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റോർ? സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിലെ റേഷൻ കടയില്ലേ, അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു മിനി സൂപ്പർ മാർക്കറ്റാക്കുന്ന പരിപാടിയാണിത്. അതായത് ഇനി റേഷൻ കടയിൽ അരിയും പഞ്ചസാരയും മാത്രമല്ല കിട്ടുക, വേറെയും ഒരുപാട് സേവനങ്ങൾ അവിടെ കിട്ടും. സാധാരണക്കാരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ഒരു അടിപൊളി പദ്ധതിയാണിത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഈ സ്റ്റോറുകളിൽ പുതിയതായിട്ട് എന്തൊക്കെ സേവനങ്ങളാണ് കൂട്ടിച്ചേർത്തതെന്ന്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഓർത്താൽ മതി. 1, ബാങ്കിംഗ് സർവീസസ്, അതായത് ചെറിയ പൈസ ഇടപാടൊക്കെ നടത്താം. 2, കോമൺ സർവീസ് സെന്ററുകളുടെ സേവനങ്ങൾ, അതായത് സർക്കാർ സംബന്ധമായ അപേക്ഷകളൊക്കെ കൊടുക്കാൻ ഇനി അവിടെ സൗകര്യമുണ്ടാകും. ഈ 2 കാര്യങ്ങളും ഇനി റേഷൻ കട വഴി നടക്കും. അടുത്ത പോയിന്റിന് ഒരു 5 സ്റ്റാർ ഇട്ടും. ഇത് ഉറപ്പായും ചോദിക്കും. കേരള PSCയുടെ ചോദ്യപേപ്പർ എടുത്താൽ അതിലൊരു സാഹിത്യ അക്കാദമി അവാർഡില്ലാതെ ഒരു കളിയില്ല. അപ്പോൾ 2025-ലെ മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടിയത് ഏത് പുസ്തകത്തിനാണ്? നിരീശ്വരൻ 2.0. ഇത് എഴുതിയതാരാണ്? VJ ജെയിംസ്. ഈ 2 പേരും ഒരുമിച്ചങ്ങ് പഠിച്ചു വെച്ചോ. VJ ജെയിംസ്, നിരീശ്വരൻ 2.0. 1 മാർക്ക് കിട്ടിയെന്ന് കൂട്ടിക്കോ. ഓക്കേ, അടുത്ത സെക്ഷൻ ഒരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. ചാമ്പ്യന്മാരും അവാർഡുകളും. സ്പോർട്സിൽ നിന്നും അവാർഡ്സിൽ നിന്നുമുള്ള കുറച്ചു പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും. റെഡിയായിരുന്നോളൂ, വേഗത്തിൽ ക്യാച്ച് ചെയ്യണം. സിനിമ കാണുന്നവർക്കറിയാം, ഓസ്കാർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ കൊടുക്കുന്ന ഗോൾഡൻ ബെയർ. അപ്പോൾ 76ാമത് ബെർലിൻ ഫെസ്റ്റിവലിലെ ഈ ഗോൾഡൻ ബെയർ പുരസ്കാരം കിട്ടിയ സിനിമ ഏതാണ്? ഒറ്റ പേര് ഓർത്തു വച്ചാൽ മതി, യെല്ലോ ലെറ്റേഴ്സ്. ഇനി സ്പോർട്സിലേക്ക് വരാം. ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്വർണ്ണ നേട്ടമാണ്. ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സിൽ ഷോട്ട് പുട്ടിൽ നമ്മുടെ തജീന്ദർപാൽ സിംഗ് തൂർ സ്വർണം നേടി.
ഇവിടെ 2 കാര്യങ്ങൾ ഓർക്കണം. താരത്തിന്റെ പേര് തജീന്ദർ പാൽ സിംഗ് തൂർ, അദ്ദേഹത്തിന്റെ ഐറ്റം ഷോട്ട് പുട്ട്, രണ്ടും ചോദിക്കാം. അടുത്തത് നമ്മുടെ സ്വന്തം മലയാളി താരത്തിന്റെ കാര്യമാണ്. എച്ച്.എസ്. പ്രണോയ്. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ സിംഗിൾസ് വിഭാഗത്തിൽ അദ്ദേഹം വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഇത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനുള്ളൊരു നേട്ടമാണ്. അതേപോലെ പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അപ്പം നമ്മളിപ്പോ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? പക്ഷെ പഠിച്ചത് മറന്നുപോയാൽ പിന്നെ എന്ത് കാര്യം? അതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിൽ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അടുത്ത ഒരു 5 മിനിറ്റ് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. എല്ലാം മനസ്സിലുറപ്പിക്കാം. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഞാൻ പറയുമ്പോൾ കൂടെ മനസ്സിൽ പറഞ്ഞു നോക്കണം. പാമ്പൻ പാലം എവിടെയാ? തമിഴ്നാട്. പുതിയ ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്ത്രി. IMFന്റെ ഗ്ലോബൽ ഗ്രോത്ത് പ്രവചനം 3.2%. നിരീശ്വരൻ 2.0 എഴുതിയത് VJ ജെയിംസ്. ഗോൾഡൻ ബെയർ കിട്ടിയ സിനിമ യെല്ലോ ലെറ്റേഴ്സ്. ഷോട്ട് പുട്ടിൽ ഗോൾഡ് മെഡൽ വാങ്ങിയത് തജീന്ദർ പാൽ സിംഗ് ടൂർ. ക്ലിയറല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം മനസ്സിൽ കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ ശരിയായ ഉത്തരം പറയും. ഒരു ചെറിയ മോക്ക് ടെസ്റ്റ്. നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം എവിടെയാണ്? ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ആദ്യം തന്നെ പഠിച്ച കാര്യമാ. ഒരു കടലിടുക്കിന്റെ മുകളിലൂടെയുള്ള പാലം. കിട്ടിയ ഉത്തരം ശരിയാണ്, തമിഴ്നാട്. അടുത്ത ചോദ്യം നമ്മൾ 5 സ്റ്റാർ ഇട്ട് പഠിച്ച പോയിന്റാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നിരീശ്വരൻ 2.0 എന്ന നോവൽ എഴുതിയത് ആരാണ്? ആ പേര് ഓർമ്മയുണ്ടോ? ഒരു 2.0 എന്നൊക്കെ പേരുള്ള പുസ്തകം ആരാണ് എഴുതിയത്? യെസ്, VJ ജെയിംസ്. അവസാനത്തെ ചോദ്യം. 76ാമത് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ബെയർ, അതായത് സുവർണ കരടി പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ആലോചിച്ചു നോക്കൂ. ഒരു നിറത്തിന്റെ പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. കിട്ടിയോ? അതെ, യെല്ലോ ലെറ്റേഴ്സ്. കറക്റ്റല്ലേ? അപ്പോ ഇതാ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കാം. അവസാന നിമിഷത്തെ റിവിഷന് ഇത് ഉപകാരപ്പെടും. ഇന്നത്തെ ഈയൊരു സെഷൻ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ അടുത്തൊരു ചോദ്യപേപ്പറുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.